തേജസ് ന്യൂസ് മറുപക്ഷത്തിലേക്ക് സ്വാഗതം. വർഗീയത വീഴും, വികസനം വാഴും, ഇത് കേരളമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ഇടതുമുന്നണി നേരിടുന്നത് മേൽപ്പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM പ്രധാനമായും ഇക്കുറി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും മുന്നിൽ നിർത്തിയാണ്. ആരാവും മുന്നിൽ നിന്ന് നയിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിലും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുകയെന്ന മുദ്രാവാക്യമായാണ് കോൺഗ്രസ് നയിക്കുന്ന UDFും രംഗത്തുള്ളത്. ഏതാനും നാൾ മുമ്പ് വരെ മുഖ്യ ശത്രുവാരെന്ന് നിർണയിക്കുന്നതിൽ പോലും ആശയക്കുഴപ്പം നേരിട്ടിരുന്ന പാർട്ടിയാണ് CPM. നിർണായകമായ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിൽ പോലും ആശയപരമായ ഇത്തരം ദൗർബല്യങ്ങൾ നേരിട്ട CPM ആണ് ഇപ്പോൾ BJPയെ പുറത്തിറക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിൽ BJP ഇതര സർക്കാരിന് നേതൃത്വം നൽകുകയെന്ന ഇടതു പാർട്ടികളുടെ ദേശീയ താൽപ്പര്യത്തിന് കനപ്പെട്ട സംഭാവന നൽകുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് LDF കേരള ഘടകത്തിനുള്ളത്. ഏറെക്കുറെ അത്രയൊക്കെ തന്നെയോ ഒരുപക്ഷെ അതിനും മേലെയോ ആണ് സംസ്ഥാനത്തെ UDFിൻ്റെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും 20 മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടത്തിന് കച്ചമുറുക്കി രംഗത്തുണ്ട്. ഇരുകൂട്ടരുടെയും പ്രഖ്യാപിത പൊതുശത്രുവായ BJPയുടെ നേതൃത്വത്തിൽ NDAയും 20ഇടത്തും കളത്തിൽ ആളെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ അരഡസൻ മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് കോട്ടം വരുത്താതെ തന്നെ കേന്ദ്രത്തിൽ BJPയെ പുറത്താക്കുകയെന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് LDFനും UDFനും മുന്നിലുള്ളത്. BJP ജയിച്ചു കയറാൻ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് സാരം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ രീതിയിൽ കക്ഷത്തിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ വേണ്ടി ഇരു കൂട്ടരും പക്ഷം തിരിഞ്ഞു നടത്തിയ പിടിവലിക്കിടെയാണ് മണ്ണും ചാരി നിന്ന BJP നേമത്തെ സീറ്റ് അടിച്ചു മാറ്റി നിയമസഭയിലെത്തിയത്. വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും മഞ്ചേശ്വരത്തും അടക്കം BJP നടത്തിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തെ ചെറുക്കാനുള്ള ബാധ്യത അവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടാണ് ഇരു മുന്നണികളും ഫാഷിസ്റ്റ് വിരുദ്ധതയോടുള്ള തങ്ങളുടെ കൂറ് തെളിയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ ഇതുതന്നെയായിരുന്നു സ്ഥിതി. ഫലമോ, ഇരു മുന്നണികളും മത്സരിച്ചണിനിരുന്നപ്പോൾ BJPയുടെ വോട്ടിംഗ് നില 2009 6.13% നിന്ന് 2016 10.84% എന്ന രണ്ടക്കത്തിലേക്ക് കടന്നു. ഇക്കുറിയും സ്ഥിതി ഭിന്നമല്ല. വർഗീയത വീഴ്ത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്കും രാഹുലിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കച്ചകെട്ടിയവർക്കും പരസ്പരമുള്ള പോരിലൂടെ ഭിന്നിച്ചു പോകുന്ന BJP ഇതര വോട്ടുകളെക്കുറിച്ച് ആശങ്കകളില്ല. BJP പേടി എന്ന ഒറ്റ ഘടകം മുൻനിർത്തി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ നിരുപാധികം നേടിയെടുക്കാനുള്ള നീക്കങ്ങളാണ് UDF ഇപ്പോൾ നടത്തുന്നത്. ഇടതുപക്ഷമാവട്ടെ ഒരു പടി കൂടി കടന്ന് തങ്ങൾക്ക് അനുകൂലമാകില്ലെന്ന് ബോധ്യം വന്ന ന്യൂനപക്ഷ വോട്ടുകളെ അപ്പാടെ വർഗീയമാക്കി മുദ്രകുത്തിയാണ് ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന അഭ്യൂഹത്തിൽ പോലും ന്യൂനപക്ഷ വർഗീയത തിരികെ കയറ്റാനുള്ള CPM നേതാക്കളുടെ അഭിനിവേശം ഇതിൻ്റെ ഭാഗമാണ്. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കാളപറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന മാതിരി വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നുവെന്ന വാർത്ത കേട്ടപാടെ രാഹുൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥിയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവന ഇറക്കുന്നതാണ് കേരളം കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സമാന സ്വഭാവത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയുണ്ടായി. കോടിയേരി CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പിണറായി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും. ഇരുവരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാണ്. വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കേണ്ട വ്യക്തികളല്ല ഇവർ. CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിലുള്ളവർ ഒരേപോലെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനു പിന്നിലെ വസ്തുതകളെ കൂടി വ്യക്തമാക്കാനുള്ള ധാർമ്മികത ആ പാർട്ടിക്കുണ്ട്. ഇക്കാര്യത്തിൽ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് തല്ലിക്കൊലകളിലൂടെയും വർഗീയ കലാപങ്ങളിലൂടെയും
വിദ്വേഷ പ്രചരണങ്ങളിലൂടെയും രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ ഹിന്ദുത്വ വർഗീയതയെ തുറന്നെതിർക്കാൻ കഴിയാത്ത CPMന്റെ രാഷ്ട്രീയ വൈകല്യമാണ് ഇതിലൂടെ വെളിച്ചത്തു വരുന്നത്. RSSനെ എതിർക്കണമെങ്കിൽ അതിനോട് ബാലൻസ് ചെയ്യാൻ മറുവശത്ത് ന്യൂനപക്ഷ വർഗീയത എന്ന ബിംബത്തെ പ്രതിഷ്ഠിക്കൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അനിവാര്യമായിരിക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവിനെ ആശയപരമായി നേരിടാൻ കരുത്തില്ലാതെ അതിനോട് ചേർന്നു പോകേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസിന് പിന്നാലെ CPMും എത്തി നിൽക്കുന്നുവെന്നതാണ് വസ്തുത. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ LDFനൊപ്പം നിന്ന ജമാഅത്തെ ഇസ്ലാമി ഇക്കുറി ലക്ഷണമൊത്ത വർഗീയ സംഘടനയായി. ആശാൻ നിന്നുമുള്ളിയാൽ ശിഷ്യൻ നടന്നുമുള്ളുമെന്ന പോലെ മന്ത്രി KT ജലീൽ ജമാഅത്തിൻ്റെ വർഗീയതയുടെ വേരുകൾ തേടി കാശ്മീർ താഴ്വരയിൽ വരെ പോകുന്നതും കേരളം കണ്ടു. കാരണം വളരെ സിമ്പിളാണ്. വെൽഫെയർ പാർട്ടി പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതായിരുന്നു CPMനെ പ്രകോപിപ്പിച്ചത്. യഥാർത്ഥ ബദൽ എന്ന മുദ്രാവാക്യമുയർത്തി മത്സരരംഗത്ത് സജീവമായതോടെ SDPIയും കണ്ണിലെ കരടായി മാറി. മറുവശത്ത് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് ജിഹാദി സഖ്യമെന്നായിരുന്നു NDA കൺവീനർ PK കൃഷ്ണദാസിൻ്റെ ആരോപണം. ചുരുക്കി പറഞ്ഞാൽ UDFനായാലും LDFനായാലും NDAക്കാണെങ്കിലും അവരുടെ രാഷ്ട്രീയ പ്രചാരണം കൊഴുപ്പിക്കണമെങ്കിൽ മേമ്പൊടിക്ക് അല്പം ന്യൂനപക്ഷ വർഗീയതയും ജിഹാദുമൊക്കെ വേണമെന്ന് സാരം. സംസ്ഥാനത്തെ ഭൂരിപക്ഷ വോട്ടുകളെ കണ്ണുവെച്ചുള്ള ഇത്തരം പ്രചാരണങ്ങൾക്കിടയിലാണ് BJPയെ തടയുക എന്ന തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ബാധ്യത കൂടി മുസ്ലിം സമുദായ സംഘടനകൾക്ക് മേൽ വെച്ചുകെട്ടാൻ UDFും LDFും മത്സരിക്കുന്നത്. ആയതിനാൽ തിരഞ്ഞെടുപ്പ് കാലമായാൽ നിങ്ങൾ തല്ലിക്കൊലയെക്കുറിച്ചും മുസ്ലിം വിരുദ്ധ കലാപങ്ങളെക്കുറിച്ചും സംസാരിക്കരുത്. സ്ഫോടന കേസുകളിൽ പ്രതികളായ ഹിന്ദുത്വരെ വെറുതെ വിടുന്നതിനെക്കുറിച്ചും ഭീകര നിയമങ്ങൾ ചുമത്തി മുസ്ലിം യുവാക്കളെ ജാമ്യമില്ലാതെ ജയിലിലടച്ചിരിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യരുത്. ആസാമിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിലെയും പൗരത്വ ഭേദഗതി നിയമത്തിലെയും മുസ്ലിം വിരുദ്ധത തുറന്നു കാട്ടരുത്. നിയമനിർമ്മാണ സഭകളിൽ കുറഞ്ഞു വരുന്ന പ്രാതിനിധ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യരുത്. കാരണം ഈ തിരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ മുമ്പിലുള്ള ഏക അജണ്ട BJPയെ പുറത്താക്കുക എന്നതാവണം. ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ഇരു മുന്നണികളും മുസ്ലിം സംഘടനകൾക്ക് നിർണയിച്ചു നൽകിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട. നിശബ്ദരാവുക, നിരുപാധികം പിന്തുണയ്ക്കുക. ഇത് മറികടന്ന് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്താൻ ശ്രമിച്ചാൽ അവർക്ക് മേൽ കൃത്യമായി ന്യൂനപക്ഷ വർഗീയത ചുമത്തിക്കൊണ്ടുള്ള നേതാക്കളുടെ വാറോലകൾ ഉടനെ പുറത്തിറങ്ങും. ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങൾ ഉയർത്തി ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ലക്ഷ്യമിടുന്ന BJPക്ക് മുമ്പിൽ എരുതിയിലേക്ക് എണ്ണയെന്ന പോലെ ന്യൂനപക്ഷ വർഗീയത എന്ന ബിംബത്തെ പ്രതിഷ്ഠിച്ചു നൽകുന്ന ദല്ലാൾ പണിയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന തിരിച്ചറിവ് കൂടി LDFനും UDFനും ഉണ്ടാകേണ്ടതുണ്ട്. മറിച്ച് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടത്തിൽ ഇരു കൂട്ടർക്കും അത്ര വേവലാതിയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ LDF സമം UDF സമം NDA എന്ന് പറയേണ്ടി വരുന്ന അനിഷ്ടകരമായ സാഹചര്യം അതിവിദൂരമായിരിക്കില്ല. മറുപക്ഷത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച തേജസ് ന്യൂസിൽ.